ഹായ് ഹോൾ. അപ്പം നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാടായ കോഴിക്കോട് ലുലുമാൾ ഓപ്പൺ ചെയ്തു. അപ്പം നമ്മളൊന്ന് പോയി, എല്ലാവരും പറയുന്നത് കുറേ ആൾക്കാർ പോകുന്നുണ്ട്, അപ്പം നമുക്കും പോയാലെന്താ, ചുറ്റി കറങ്ങാമല്ലോ. ഒന്ന് ഫസ്റ്റിലൊക്കെ അത് എന്താ സത്യം പറയാച്ചാൽ അതിൻ്റെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ ആകാംക്ഷ കണ്ടപ്പോൾ ഞാൻ നെറ്റിപ്പോയി. കാരണം അത്രയും ജനങ്ങളായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുറേ ഭാഗങ്ങളൊന്നും എനിക്കെടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് കടന്ന് ഫുഡ് കോർട്ടിലും ഇഷ്ടം പോലെ ആൾക്കാർ പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ. ഇത് എവിടെ നിന്നൊക്കെ പറന്ന് വന്നതെന്നൊന്നും ആർക്കറിയാം. കാണാത്ത കുറേ ആൾക്കാർ. പിന്നെ നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലമായതുകൊണ്ട് മാങ്കാവത്ത് കുറേ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. അവിടേക്ക് തിരിഞ്ഞാലും ഇപ്പുറത്തേക്ക് തിരിഞ്ഞാലൊക്കെ നമ്മളെ ആൾക്കാർ തന്നെ, നമ്മളെ അറിയുന്ന ആൾക്കാർ തന്നെ ഇഷ്ടം പോലെ ഉള്ളത്. പിന്നെ നമുക്ക് കളിക്കാൻ പറ്റിയ കുറേ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. എന്നാലും കുഴപ്പമില്ല. നല്ല ക്യൂട്ട് ബേബിനെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാണ്. അല്ലേ, നല്ല ക്യൂട്ടല്ലേ. പിന്നെ നമ്മളിങ്ങനെ നടന്ന് ഒരു കാറും ജീപ്പും ഒക്കെ കണ്ട്, അപ്പം അതിനോടുത്ത് ഒരു രസമല്ലേ അല്ലേ. പിന്നെ നമ്മളിങ്ങനെ നടന്ന് കാല് കഴിഞ്ഞ് സത്യം പറയാച്ചില്ല നടന്നിട്ടോ. കുറേ ആൾക്കാരും ഉണ്ടായപ്പോൾ ഭയങ്കര എന്തോ ഒരു ചടപ്പും ഉണ്ട്, കുറേ ആൾക്കാരായപ്പോഴേ. പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ നമ്മളെ ഫാമിലിയൊക്കെ തന്നെ ഉള്ളത്. ധന്യാമുണ്ട്, സിൽത്താത്ത, പിന്നെ ഞങ്ങൾ കുട്ടി യൂട്യൂബർ തംതിർത്താത്ത, തേസിൽത്താത്ത, അളിങ്കാക്കന്മാർ, പളാപ്പ എല്ലാവരും ഉണ്ട്. സത്യം പറയാച്ചാൽ നല്ല രസമുണ്ടായിരുന്നു ചുരുക്കം പറയാൻ. ഇത് പുറത്തേക്കുള്ള വ്യൂ ആണ്. രാത്രി കാണുമ്പോഴാണ് സൂപ്പർ കേട്ടോ, രാവിലത്തേനേക്കാളും. ഞാൻ അതിലൂടെ ഓട്ടോറിക്ഷ ഓടിച്ച് പോകുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഒന്ന് ഉള്ളിൽ കാണണമല്ലോ. കണ്ടു ജനങ്ങളോട് ജനങ്ങൾ. അങ്ങനെ നമ്മൾ താഴത്തേക്ക്, ഞാനും അത്തൂട്ടനും മോളിയും കൂടി താഴത്തോട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യപ്പോൾ അപ്പോഴും ജനങ്ങൾ തന്നെ. ഹൈപ്പർ മാർക്കറ്റിൽ നോക്കിയപ്പോൾ എൻ്റെ അമ്മോ, ജനങ്ങൾ. ഇതോ കണ്ടില്ലേ മക്കളെ നിങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലെ തിരക്ക്. അപ്പോൾ ഒന്ന് ആലോചിച്ച്, എന്തെങ്കിലും സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ബില്ലാക്കാൻ തന്നെ കുറേ പണിയുണ്ട്. അതുകൊണ്ട് നമ്മളൊന്നും മേടിച്ചിട്ടില്ല. കാര്യം പറയാച്ചാൽ മേടിക്കണം എന്നുണ്ടായിരുന്നു, നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞ തിരക്കുകൊണ്ട് നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നും മേടിച്ചില്ല. വീഡിയോസ് പോലും നല്ലപോലെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഈ വീഡിയോ ഇത്ര വരെ ഉള്ളൂ. ഒന്നും വിചാരിക്കരുത്. ഓക്കെ, ബൈ.